നെക്സ്റ്റ് ടോപ്പിക് വെബ് ഹോസ്റ്റിംഗ്. എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഏതൊരു കമ്പനി അതല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെബ്സൈറ്റിലൂടെ അവർക്ക് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൂടെ കാണിക്കാം. അപ്പോൾ മുൻപ് നമ്മൾ ന്യൂസ് പേപ്പർ എന്ന മാധ്യമത്തിലൂടെയാണ് എല്ലാ പരസ്യവും കാണിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ല. അതിന് പകരമായിട്ട് നമ്മൾ വെബ്സൈറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആ ഓരോ കമ്പനിയുടെയും ഡീറ്റെയിൽസുകൾ ആ വെബ്സൈറ്റിലൂടെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെബ്സൈറ്റിലൂടെ കാണിക്കണമെങ്കിൽ ആ ഒരു പ്രോസസ്സിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് വെബ് ഹോസ്റ്റിംഗ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വെബ് ഹോസ്റ്റിംഗ് പരിചയപ്പെടാം. ആ വെബ് ഹോസ്റ്റിങ്ങിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് ആണ്. ഷെയർഡ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനി ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് ആർ സ്റ്റോർഡ് ഓൺ വൺ സിംഗിൾ സെർവർ. ഒരു സെർവറിൽ തന്നെ ഒരുപാട് വെബ്സൈറ്റുകൾ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ CPU, RAM ഇതുപോലുള്ള റിസോഴ്സസ് ഷെയർ ചെയ്യപ്പെടുന്നു. പിന്നെ അത് ചീപ്പറാണ്, ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ അപ്ഡേറ്റ്സും സെക്യൂരിറ്റി പർപ്പസുകളും എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അത് കമ്പനി തന്നെ നേരിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ ഇതിലുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ സെവറൽ വെബ്സൈറ്റ്സിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ട്രാഫിക് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് സ്ലോ ആക്കുന്നു. എന്തിനെയാണ്? മറ്റുള്ള വെബ്സൈറ്റ്സുകളുടെ എല്ലാത്തിൻ്റെയും വർക്കിങ്ങിന്. അപ്പോൾ അങ്ങനെ ഒരു ഡ്രോബാക്ക് ഇതിലുണ്ട്. അത് ഈ ഷെയറിങ് നടക്കുന്നത് കൊണ്ട് വരുന്ന പ്രശ്നമാണ്. അപ്പോൾ ട്രാഫിക് ലാഗ് വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി വെബ്സൈറ്റുകളെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം.